അതുകൊണ്ട് ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോകണ്ട. പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണെന്ന് അള്ളാഹ് ചോദിച്ചാൽ പണക്കാരന് കൂട്ടുകാർ ധാരാളം കാണും. പലിശക്കാരൻ പെട്ടെന്ന് വളരും. അവൻ 10,000 രൂപ പലിശയ്ക്ക് കൊടുത്തവൻ 10 മാസം കഴിയുമ്പോ 10 ലക്ഷം രൂപയുടെ ഉടമയായി മാറുകയാണ്. ഈ 10 ലക്ഷം രൂപ വീണ്ടും പലിശയ്ക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ നാട്ടിൽ സ്വാധീനം അവനാണ്. എന്തിനേറെ അള്ളാന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാര് പോലും പലിശക്കാരന്റെ ആസനം താങ്ങിയിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദിന് ജുമയ്ക്ക് പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല. പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫിലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തണോ എന്ന് ഉസ്താദിനോട് പറയും. അതിനുള്ള പവർ പലിശക്കാർക്കുണ്ട്. കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് ഹൗൽ ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് കബറടക്കാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. രക്ഷയില്ല സമുദായമേ. പലിശക്കാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്നു കല്ല് നിന്റെ മീതേ. അള്ളാന്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുവെക്കുമ്പോ അരിയിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്. ആരോരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പലിശക്കാരന്റെ സഹായം നിനക്കുണ്ടാവൂല പൊന്നുമോനെ. എടുത്തു തരുന്ന കൂട്ടുകാര് ഇന്ന് മുതൽ നമുക്ക് വേണ്ടടാ. പെണ്ണുപിടിയന്മാരാണ് സുഹൃത്തുക്കള്. ഈ രാത്രി മുതൽ നമുക്ക് വേണ്ടടാ. താവനു അലൽ ബിർരി വത്തഖ്വാ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാ. ഗുണത്തിന്റെ പേരിൽ തഖ്വയുടെ പേരിൽ സഹായിക്കുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട മഹറിന്റെ മക്കളെ കണ്ടില്ലേ? ഉസ്താദേ, ഒരു ദിവസം അതിന് വേണമല്ലോ, ആകെ ഒരു 19-ാം തീയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ തീരുമാനം കണ്ടോ? അവരൊരുമിച്ച് നിന്നപ്പോ, അവർ ഉസ്താദുമാരോട് അഭിപ്രായം ചോദിച്ചപ്പോ, അവര് സയ്യിദന്മാരോട് ഉപദേശം ചോദിച്ചപ്പോ ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു അന്യവധത്തിൽപ്പെട്ട പെൺകുട്ടിയടക്കം 7 പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികള് ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിൾ കാണിച്ചേറ്റെടുക്ക ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു പോയത് എന്തിന്റെ പേരിലാ? താവനോ അലൽ ബിർരി വത്തഖ്വാ. പരസ്പരം അല്ലാഹുവിന് വേണ്ടി സഹായിക്കടാ. എന്തിനാ സിനിമയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നത്? എന്തിനാ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ ഒരു കൂട്ടുകൂടുന്നത്? എന്തിനാണ് ഉസ്താദുമാരെ കുറിച്ച് ആക്ഷേപം പറയാന്, പരിഹാസം പറയാന്, ഉസ്താദുമാർ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാന്? എന്തിനാണ് തോളത്ത് കൈയിട്ടുകൊണ്ട് പണത്തിന്റെ പവറിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട്? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടാ. ആ കൂട്ടുകാരന്റെ കണ്ണീരുള്ള ദുആയാണ് നമുക്ക് വേണ്ടത്. പണത്തിന്റെ പവർ ദുനിയാവിന്റെ നൈമിഷികമാകുന്ന അന്തരീക്ഷത്തിൽ കെട്ടടങ്ങും. പ്രിയപ്പെട്ടവരെ, വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ. എന്നെന്നും ശേഷിക്കുന്നതും ഉത്തമമായതും ആഖിറം മാത്രമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇരിക്കുന്ന ഈ ജനസഞ്ചയത്തെ ഒന്ന് കണക്കെടുത്തു നോക്കുക. 15 വയസ്സ് മുതൽ 35 വയസ്സിന്റെ അകത്തുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സദസ്സിലും ഈ പരിസരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇവരെ നമുക്ക് പിശാചിന്റെ ചവിട്ടിത്തേക്കാൾ വിട്ടുകൊടുക്കാൻ പറ്റോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ പൊളിക്കുന്നവരാക്കി മാറ്റണോ? ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ചവിട്ടിത്തേക്കുന്നവരാക്കി മാറ്റണോ? വേണ്ട. ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ മക്കളാക്കി മാറ്റാൻ, നമ്മുടെ സമുദായത്തിനൊരു ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നത് വളരെ കറണ്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ്. പലിശയിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട.
കള്ള് കച്ചവടത്തിലൂടെയുള്ള പണം നമുക്ക് വേണ്ട. സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എല്ലാം ഇങ്ങനെ വാരിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറയുന്ന സ്വഭാവം എന്റെ സഹോദരിമാർക്കുണ്ടത് വേണ്ട. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ളത് മതി. പൊരുത്തത്തോടെ അല്ലാഹു തരുന്ന ബറക്കത്തുണ്ടല്ലോ, അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വിശാലമാണ്. ആ ബറക്കത്ത് മതി നമ്മുടെ പണത്തിന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അണികൾ വന്നിട്ട് ചോദിക്കുന്ന, പ്രിയപ്പെട്ട ഖലീഫ, അവിടെ നിന്നിരാ കരയുന്നത്? സ്വത്ത് കിട്ടിയില്ലേ, ആഭരണം കിട്ടിയില്ലേ, അധികാരം കിട്ടിയില്ലേ, ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ? ഇന്നലിൽ മാലി ലററാറാ കലറാരത്തിൽ ഖംരി. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ പിടിക്കുന്ന പോലെ, കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ. ഒരുപാട് പണം വന്നു പോയാ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് സുഖം വന്നു പോയാ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് ആഡംബരം വന്നു പോയാ പടച്ചോനെ മറക്കുന്നതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ. അസ്ർ നിസ്കാരത്തിന് ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആരംഭപ്പുവായ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാ. സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, ഇന്നലെ ഞാൻ വാങ്ങി ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക തരുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഉമർ അതിന്റെ കാരണോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട്, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ പോയത് കൊണ്ട് എന്റെ അസ്ർ നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവര് ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ. നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, പർദ്ദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, മക്കന കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നലിൽ മാലി ലററാറാ കലറാറത്തിൽ ഖംരി. സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തിയുണ്ട്. കലറാറത്തിൽ ഖംരി, കള്ളിന്റെ ശക്തി പോലെ, കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ, കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല. 10 കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ, ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവാ. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അല്ലാഹുവിന്റെ നബി അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പാടാ. അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദർ ഇരിക്കാൻ വേണ്ടി പോയി.
ലൈലത്തുൽ ഖദറിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി അല്ലാഹുവേ ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്, ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല. ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പള്ളിയുടെ പുറകുഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും. പള്ളിയുടെ പുറകുഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പിരുന്ന് ഉറങ്ങി. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു ഉറങ്ങുമെന്ന് പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട്. ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി. അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക്, ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നോ ഉണ്ടെന്നോ നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നമാണ്, ഏതായാലും പ്രശ്നമാണ്. നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ, ഉറങ്ങേ വീഴെ അള്ള കാക്കട്ടെ. അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ, പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഹലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? ദുആ സ്വീകരിക്കണം, നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം. ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ തേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ചെറിയ വെളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ്. ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദർ താ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി ഒന്ന് തല വീഴും. ഇവൻ പറയും അൽഹംദുലില്ലാഹ്. രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദറിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കാൻ. ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പതുക്കെ കിട്ടുള്ളൂ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരുങ്ങിയാ നിങ്ങളെ ദുആ അല്ലാഹ് സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാഹ് അപ്പം സ്വീകരിക്കും. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഉദുഉല്ലാഹ അയജഅലനി മുസ്തജാബ ദഅവാ. നബിയേ, ദുആ സ്വീകരിക്കപ്പെടാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണം നബിയേ. അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് ഉറച്ചു പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യം എന്താ? അത്തിബ് മതഅമക കുൻ മുസ്തജാബ ദഅവാ. അത്തിബ് മതഅമക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ ദറസി പഠിക്കുമ്പോൾ ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാണ്. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോൾ പോലെ ഇരിക്കുന്നതുണ്ട്,
ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാ. പിന്നുണ്ടല്ലോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തീബ് മത്തേമൊക്കെ ആ ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ഷവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ക്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക, നിന്റെ ഭക്ഷണം ഹലാലായതായ കുൻ മുസ്തജാബദ്ദഅവ, നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പോ പറയൂ, ഉസ്താദേ ഞാൻ ചെറിയ പരിചയമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു ഒരു മാസം കൂടി ആ പരിചയമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവച്ചാൽ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ബർസഖ് ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നിറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ബുഖാരിയിലുണ്ടോ? അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചുകൊണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പോൾ ഇച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ. കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറന്നോരേ സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അദ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോഴി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ, എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണെ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അത് മൗലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാണ്. പെണ്ണ് സാരി വേണോന്ന് പറയുമ്പോൾ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോൾ ശരി, അപ്പൊ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണോന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി സംഭവം. മൂപ്പരുത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിലെ ഞാൻ പിന്നെ പടച്ചോന്റെ വാങ്ങിച്ചോളാം. കുടുങ്ങി. കൊടുത്തല്ലേ പറ്റൂ. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തന്റെ ഉള്ള പെണ്ണ. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോവും. ആ സ്വഭാവം ഇല്ല.
ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ്. പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയറിയുന്നത്. 20 വയസ്സു മുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴല് പോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരട്ടെ. സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ, ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്, അതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി. ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി. സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം പൊട്ടി ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ചു കൊടുക്കുന്ന, ശരീരം തടവിക്കൊടുക്കുന്ന, ആ ശരീരത്തിന് പോലും അറപ്പുകൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂലാന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടെന്നാ? അത് ചോദിക്കണ്ടേ? എവിടെന്നാന്ന് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ഹറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടെന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തി എന്ന് പറഞ്ഞ എന്തെന്നറിയില്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം കൂടി വരിക, സുബൈദയുടെ കോഴി കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇതെവിടെ നിന്നാ. മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചോണ്ട് വരുന്നു, മോനെ ഇത് എവിടുന്നാ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും. എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമുകിക്ക് മിസ് കോൾ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് തരുമോ. ഇത് ആട്ടിയുടെ കുറവാ. ഒരു വാപ്പായി വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ വിടൂല. ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. ഇവിടെ റോട്ടി ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോ അങ്ങനെ കാണിക്കലുണ്ട്. ഗിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാന്നോ, എങ്ങനെ എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ചോദ്യം. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ? മഹദി പറഞ്ഞു, അബൂബക്കറേ അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിന് കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു.
മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ, എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ, അതുകൊണ്ടല്ലേ അവൾ അലുവയ്ക്ക് വേണ്ടി കാശ് മാറ്റിയത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല അല്ലാ. കൂടുതൽ ചിലവിന് കൊടുത്താൽ അതുപോലും അല്ലാഹ് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണികളാ ഞാൻ നിങ്ങളും. അല്ലാഹു തആല എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. വെറുതെ ഒരു പരിപാടി വെക്കലായിരുന്നു ആദ്യത്തെ ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് 7 പെൺമക്കൾക്കൊരു സഹായം. എത്ര പറഞ്ഞാലാണ് മതി വരിക. അള്ളാഹു പടച്ചതം വരിക. മണവറയിലിട്ട് ഒരു ഭർത്താവിന്റെ കഫൻ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്, മണവറയ്ക്കകത്തിട്ട്. കഥ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ, മക്കൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികം അല്ലാഹു നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ 1-2 രൂപയൊന്നും പോരാ, കാര്യമായി തുക ഇടണം. എൻ്റെ കയ്യിലുള്ള ഒരു തുക എൻ്റെ അരുമ മക്കൾക്ക്, അവർക്ക് വേണ്ടി വേറൊരാളുടെ മുന്നേ പോയി എൻ്റെ സുഖമില്ലാതെ കിടക്കാൻ, എൻ്റെ മക്കൾ പട്ടിണിയാണ് എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ഗതികേട് വരല്ലേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യുന്ന പോലെ അവരവരുടെ മക്കൾക്ക് വേണ്ടി, കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിങ്ങളും സ്വതക്ക ചെയ്യുക. ചെറുതാവണ്ട, തീരെ ചെറുതാവണ്ട. അള്ളാഹു അല്ലേ തരുന്നത്, പണം തരുന്നത് അള്ളാഹുവ. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും. ഒരു പൊന്നുമോനും കൊടുക്കാതിരിക്കാൻ പറ്റൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, 7 പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഈ ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ 100ഉം 500ഉം 1000ഉം രൂപയായി മുഖം നോക്കാതെ ആരെല്ലാം സ്വതക്ക ചെയ്യുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ, അവിടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല റഹ്മാനെ. എല്ലാവിധ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പൊ അതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ, ബഹുമാനമുള്ളവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വമാ ബിഹാ അറഖുല്ലാ വലാ അഹ്സനു ലിമ്മത്തൻ മിൻകാ. ആ മിസ്അബിന്റെ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കപ്പെടുന്ന വസ്ത്രം കണ്ടപ്പോ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് കണ്ടം വെച്ച തുണി കൊണ്ട് കോട്ട് വെച്ചിട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്നെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നവര് മക്കയിൽ ഉണ്ടായിരുന്നില്ല മിസ്അബേ. നിന്നെപ്പോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, നിന്നെപ്പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവര് ഈ മക്കയിലില്ലായിരുന്നു മിസ്അബേ. എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയെങ്കിൽ അവരൊക്കെ അള്ളാന്റെ പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ, അവരൊക്കെ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാ. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു
ഒരു സംഭവം ഞാൻ പറയുകയാ. 7 പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന, ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ, അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ നാടിന്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ. ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല, പൂക്കൾ മാറ്റിയിട്ടില്ല, മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല. അവിടെയാണ് ഒരു മരണം നടന്നത്. ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത്. ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കിടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത്. അത്ഭുതം തോന്നിപ്പോ എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരെന്നോട് പറഞ്ഞതാ, ശ്രദ്ധയോടെ കേൾക്കണേ, വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന യുവത്വമേ, ശ്രദ്ധയോടുകൂടി കേട്ടോ. 2-3 ഉപ്പമാര് പറയുകയാണ്, ഉസ്താദേ ഇവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, മരണമല്ലേ, അതല്ല കൊടുക്കുന്നതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉസ്താദേ 3 വർഷത്തിൽ കൂടുതൽ ഇവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് ഉസ്താദേ? പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട, കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കാ. ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ, അള്ളാഹു എന്റെ രോഗ്യം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു, സുന്ദരിയായ പെൺകുട്ടിയാണ്, പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കഥയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ പാവപ്പെട്ട നൗഷാദ് വാക്കവിയുടെ കൽബിനെ തകർത്ത് കളഞ്ഞതാ. ഹദ്ദാദ് നഗറിൽ 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ. ഹദ്ദാദ് നഗറിൽ 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ